ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും ക്യൂസ് ബ്രെയിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പരിസ്ഥിതി ദിന പുതിയ ചോദ്യോത്തരങ്ങളുമായിട്ടാണ്. 2025 പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് നടക്കാവുന്ന മത്സരങ്ങളിലൊന്നാണ് പരിസ്ഥിതി ദിന ക്യൂസ്. ഇതിൽ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുവാനും മറക്കരുത്. ഈ വീഡിയോയിൽ കാണുന്ന ചോദ്യോത്തരങ്ങൾ പെട്ടെന്ന് മനഃപ്പാഠമാക്കാൻ 1-2 തവണ ഈ വീഡിയോ റിപ്പീറ്റായിട്ട് കാണുന്നത് നല്ലതായിരിക്കും. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ലോക പരിസ്ഥിതി ദിനം എന്നാണ്? ഉത്തരം ജൂൺ 5. 2023 പരിസ്ഥിതി ദിനത്തിൻ്റെ സന്ദേശം എന്താണ്? ഉത്തരം പ്ലാസ്റ്റിക് മലിനീകരണത്തെ തടയുക അഥവാ ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ. ലോക പരിസ്ഥിതി ദിനം ആദ്യമായി ആചരിച്ച വർഷം ഏതാണ്? ഉത്തരം 1924 ജൂൺ 5. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം ഡോക്ടർ MS സ്വാമിനാഥൻ. ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ച വർഷം ഏതാണ്? ഉത്തരം 1966. ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? പ്രൊഫസർ R മിശ്ര. ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ മാതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം മേധ പട്കർ. ജൈവകൃഷിയുടെ ഉപജ്ഞാതാവ് എന്ന് അറിയപ്പെടുന്നത് ആരാണ്? മസനോബു ഫുക്കോക്ക. ആധുനിക പരിസ്ഥിതിയുടെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം യൂജിൻ പിയോട്ട്. ആധുനിക പരിസ്ഥിതി പ്രസ്ഥാനത്തിൻ്റെ മാതാവ് എന്ന് അറിയപ്പെടുന്നത് ആര്? ഉത്തരം റേച്ചൽ കർസൺ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനമുള്ള സംസ്ഥാനം ഏത്? ഉത്തരം മധ്യപ്രദേശ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കണ്ടൽ വനമുള്ള സംസ്ഥാനം ഏത്? ഉത്തരം പശ്ചിമ ബംഗാൾ. ഓസോൺ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഉത്തരം സെപ്റ്റംബർ 16. WWFൻ്റെ പൂർണ്ണരൂപം എന്താണ്? ഉത്തരം വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചർ. ലോക തണ്ണീർത്തട ദിനം എന്നാണ്? ഉത്തരം ഫെബ്രുവരി 2. കേരളത്തിലെ ഏറ്റവും കൂടുതൽ വനഭൂമിയുള്ള ജില്ല? ഉത്തരം ഇടുക്കി. കേരളത്തിലെ ഏറ്റവും കുറവ് വനഭൂമിയുള്ള ജില്ല ഏത്? ഉത്തരം ആലപ്പുഴ. ഐക്യരാഷ്ട്രസഭയുടെ പരിസ്ഥിതി സംഘടന ഏതാണ്? ഉത്തരം UNEP. ഊർജ സംരക്ഷണത്തിന് ഏറ്റവും സഹായകരമായ വിളക്ക് ഏത്? ഉത്തരം LED വിളക്കുകൾ. ലോക പരിസ്ഥിതി പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച റേച്ചൽ കർസൺ രചിച്ച പുസ്തകം ഏത്? ഉത്തരം നിശബ്ദ വസന്തം അഥവാ സൈലന്റ് സ്പ്രിംഗ്. ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏത്? ഉത്തരം പഞ്ചാബ്. കേരളത്തിലെ ആദ്യ വന്യജീവി സങ്കേതം ഏത്? ഉത്തരം പെരിയാർ വന്യജീവി സങ്കേതം. കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയ ഉദ്യാനം ഏത്? ഉത്തരം സൈലന്റ് വാലി. ഏതു മൃഗത്തിൻ്റെ സാന്നിധ്യമാണ് സൈലന്റ് വാലിയെ ശ്രദ്ധേയമാക്കുന്നത്? ഉത്തരം സിംഹവാലൻ കുരങ്ങുകൾ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ദേശീയ ഉദ്യാനങ്ങളുള്ള ജില്ല ഏത്? ഉത്തരം ഇടുക്കി. ഏഷ്യയിലെ ആദ്യ ബട്ടർഫ്ലൈ സഫാരി പാർക്ക് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം തെന്മല, കൊല്ലം. കേരളത്തിലെ ഏറ്റവും കൂടുതൽ നദികളുള്ള ജില്ല ഏത്? ഉത്തരം കാസർഗോഡ്.
പരിസ്ഥിതി സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം ഏതാണ്? ഉത്തരം 1986. ലോക ഭൗമദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഉത്തരം ഏപ്രിൽ 22. കണ്ടൽ വനങ്ങളുടെ വളർത്തച്ഛൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം കല്ലേൽ പൊടുകൻ. പരിസ്ഥിതി പ്രസ്ഥാനങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്ന പ്രസ്ഥാനം ഏത്? ഉത്തരം ചിപ്കോ പ്രസ്ഥാനം. വനവിഭവങ്ങൾ സമാഹരിച്ച് വിപണനം ചെയ്യുന്നതിനുള്ള സംരംഭം ഏത്? ഉത്തരം വനശ്രീ. കാഷ്യ ഫിസ്റ്റുല ഏത് പൂവിൻ്റെ ശാസ്ത്രീയ നാമമാണ്? ഉത്തരം കണിക്കൊന്ന. ഇന്ത്യയുടെ പക്ഷി മനുഷ്യൻ എന്ന് അറിയപ്പെടുന്നത് ആര്? ഉത്തരം ഡോക്ടർ സലീം അലി. കേരളത്തിലെ പക്ഷി മനുഷ്യൻ എന്ന് അറിയപ്പെടുന്നത് ആര്? ഉത്തരം ഇന്ദുചൂടൻ. കേരളത്തിൽ കണ്ടൽ വനങ്ങൾ കൂടുതലുള്ള ജില്ല ഏത്? ഉത്തരം കണ്ണൂർ. ലോക വനദിനം എന്നാണ്? ഉത്തരം മാർച്ച് 21. മണ്ണിനെക്കുറിച്ചുള്ള പഠനശാഖ അറിയപ്പെടുന്നത്? ഉത്തരം പെഡോളജി. ദേശീയ കർഷക ദിനം എന്നാണ്? ഉത്തരം ഡിസംബർ 23. കേരളത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന തടാകമേത്? ഉത്തരം പൂക്കോട് തടാകം, വയനാട്ടിൽ. ഭൂമിയുടെ ശ്വാസകോശങ്ങൾ എന്ന് അറിയപ്പെടുന്നത് എന്താണ്? ഉത്തരം മഴക്കാടുകൾ. ലോകത്തിലെ ഏറ്റവും വലിയ മഴക്കാടുകൾ ഏതാണ്? ഉത്തരം ആമസോൺ മഴക്കാടുകൾ. കേരളത്തിൽ കർഷക ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഉത്തരം ചിങ്ങം 1. ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടൽ വനം ഏത്? ഉത്തരം സുന്ദർബൻ വനങ്ങൾ, പശ്ചിമ ബംഗാൾ. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം പീച്ചി. ഏറ്റവും കൂടുതൽ കൊഴുപ്പടങ്ങിയ സുഗന്ധവ്യഞ്ജനം ഏതാണ്? ഉത്തരം ജാതിക്ക. ഏറ്റവും കൂടുതൽ ആയുർദൈർഘ്യമുള്ള ജീവി ഏതാണ്? ഉത്തരം ആമ. ലോകത്ത് ആദ്യമായി ഭരണഘടനയിൽ പരിസ്ഥിതി സംരക്ഷണം എന്ന ആശയം കൊണ്ടുവന്ന രാഷ്ട്രീയം ഏതാണ്? ഉത്തരം റഷ്യ. കേരളത്തിൽ ഏറ്റവും കുറവ് റിസർവ് വനമുള്ള ജില്ല ഏത്? ഉത്തരം പത്തനംതിട്ട. വന്യജീവി സംരക്ഷണ നിയമം നിലവിൽ വരുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു? ഉത്തരം രാജീവ് ഗാന്ധി. ഇന്ത്യയിലെ ആദ്യ എക്കോ ടൂറിസം പദ്ധതി എവിടെയാണ്? ഉത്തരം തെന്മല, കൊല്ലം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഈ വീഡിയോ ലൈക്ക് ചെയ്യുവാനും മറക്കരുത്. അതുപോലെ തന്നെ ഈ വീഡിയോയുടെ ടാർഗറ്റ് 1K സബ്സ്ക്രൈബേഴ്സാണ്. അതിലേക്ക് എത്തിക്കാൻ നമുക്ക് സാധിക്കട്ടെ. ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.